ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മളെ യാത്ര. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളുടെ ഇപ്പോഴത്തെ 100 രൂപ നോട്ടിൽ കാണുന്ന റാണി കി വാവും കൂടെ കവർ ചെയ്യുന്നുണ്ട്. ദ ക്വീൻസ് സ്റ്റെപ്പ് വെൽ എന്നറിയപ്പെടുന്ന ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഗുജറാത്തിലെ പട്ടാൻ എന്നൊരു ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500-ൽ പരം പ്രിൻസിപ്പൽ സ്കൾപ്ചേഴ്സും 1000-ലധികം മൈനർ സ്കൾപ്ചേഴ്സുമുള്ള ഈ സ്റ്റെപ്പ് വെൽ 11-ാം നൂറ്റാണ്ടിലെ ചാലൂക്യ റാണിയായിരുന്ന ഉദയാമതിയാണ് നിർമ്മിച്ചത്. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഏകദേശം 350 കിലോമീറ്റർ അകലെയുള്ള വിജയവിലാസ് പാലസിലേക്കാണ്. ഈവനിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഗാന്ധിധാം എന്നൊരു ചെറിയ ടൗണിൽ ഹൈവേയുടെ സൈഡിലായിട്ടാണ് നമ്മൾ റൂം എടുത്തത്. ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ മോശം അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം വളരെ വൃത്തിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റേറ്റും റീസണബിൾ ആയിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ലോക്ക് ആവാത്തൊരു വിൻഡോ ഉള്ള റൂം നമുക്ക് കിട്ടുന്നത്. ഇതൊട്ടും സേഫ് അല്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബഹളം വെച്ചിട്ടാണ് അവസാനം റൂം അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയത്. അവരാദ്യമേ ആ റൂം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, ഇത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് കൊടുക്കാൻ റെഡിയായിരുന്നു. എന്നാൽ അവരത് വില്ലിങ്ങേ അല്ലായിരുന്നു. ഫുൾ ടൈം നമ്മളോട് ആർഗ്യൂ കൊണ്ടിരിക്കുമായിരുന്നു. ഹോട്ടലിലെ ഫുൾ റൂംസും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മളതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് സംഭവം സെറ്റിൽ ചെയ്തത്. ഗുജറാത്തിലെ ആളുകൾ ബേസിക്കലി നല്ല റൂഡാണ് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ മോശം എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഒരു സ്ഥലത്തെക്കുറിച്ച് മോശവും നല്ലതുമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ സുൽത്താൻ മിനാറിൽ വെച്ച് കണ്ട ആ വ്യക്തി ഗുജറാത്തിൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒന്നാണ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്ത ബേസിക് എക്സസൈസുകളൊക്കെ ചെയ്ത് വിജയവിലാസ് പാലസിലേക്ക്. വിജയവിലാസ് പാലസിൽ എൻട്രൻസിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 200 രൂപയ്ക്ക് വീഡിയോ എടുക്കാമെന്നുള്ളത്. അതേസമയം മാരേജ് ഫംഗ്ഷൻസിനും മറ്റ് ഫോട്ടോഷൂട്ട്സിനും ഒക്കെ ആയിട്ട് 5000 രൂപയാണ് ചാർജസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ കൗണ്ടറിലിരിക്കുന്ന ആൾ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല 200 രൂപ ടിക്കറ്റ് എടുത്ത് വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോട്ടോസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ കാര്യം മാത്രമല്ല കേട്ടോ. ഇവിടെ നിന്ന് പിന്നീട് നമ്മൾ പോയത് പ്രാഗ് മഹലും ഐനാ മഹലും ഒക്കെ കാണാനായിട്ടാണ്. അവിടുത്തെയും കഥ ഇത് തന്നെ. പക്ഷേ അവിടെയൊന്നും വീഡിയോഗ്രാഫി അലൗഡല്ല, ഫോട്ടോസ് മാത്രമാണ് അലൗഡായിട്ടുള്ളൂ. ഇവിടുത്തെ ഒന്നും വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെടുത്ത ഫോട്ടോസ് മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞ് വിശന്ന് പണ്ടാറടങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഐനാമഹലിൻ്റെ അടുത്ത് തന്നെയുള്ള ക്യാൻറ്റീനിൽ കയറി ഓരോ വടാപ്പാവും കഴിച്ച് നേരെ റൺ ഓഫ് കച്ചിലേക്ക്. ഭുജ് എന്ന ഒരു ടൗണിലാണ് കേട്ടോ ഐനാമഹൽ സ്ഥിതി ചെയ്യുന്നത്. ഭുജ് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകളോളം വേറെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളോ റൂമുകളോ ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മൊത്തം വളരെ റൂറൽ ഏരിയ ആയിട്ടുള്ള ഗുജറാത്തിൻ്റെ ഏറ്റവും ഇൻറ്റീരിയർ വില്ലേജസിലൂടെയാണ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാക് ബോർഡർ ഇവിടുന്ന് വളരെ നിസ്സാര കിലോമീറ്റർ ദൂരത്താണുള്ളത്. സന്ധ്യാസമയത്താണ് നമ്മൾ റോഡ് ടു ഹെവൻ എന്നറിയപ്പെടുന്ന റൺ ഓഫ് കച്ചിൻ്റെ ഏറ്റവും മനോഹരമായ പോർഷനിലെത്തുന്നത്.
ആ റോഡ് നേരെ ലീഡ് ചെയ്യുന്നത് ധോലാവീര എന്നൊരു ഐലൻഡിലേക്കാണ്. ഈ ഐലൻഡിൽ മാത്രമാണ് നമുക്ക് താമസത്തിനൊക്കെ സൗകര്യമുള്ളത്. ഒരുപാട് അന്വേഷിച്ചിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഓൺലൈനിലൊക്കെ നോക്കി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ ഒരു റൂം കിട്ടി. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ട്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ, എന്നാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 6,000 to 12,000 ഒക്കെ റേഞ്ച് ഉണ്ട് റൂംസിനായിട്ട്. അതും വളരെ ബേസിക് റൂംസ് ആണ് കേട്ടോ. छोटा सा यूट्यूब नहीं ले लो, छोटा सा का बड़ा ले लो। हमको कोई दिक्कत नहीं है। सर कौन सा रोटी है ये बाजरी बोला जाती है, बाजरी गुजरात की। ओके, अभी आया गुजरात का। और इसका नाम क्या है? ये सेव टमाटर। सेव टमाटर। हाँ। और ये कढ़ी। कड़ी खुद अच्छा है, नहीं मज़ा आएगा आपको। ये गुड़ है, गुड़ देसी गुड़ है, जो आप खाओ एक बार। ये स्वीट है क्या? हाँ स्वीट है। हाँ स्वीट। हाँ ओके, ठीक है सर, थैंक यू सर। इसका नाम क्या था राइस का? खिचड़ी। खिचड़ी। हाँ, खिचड़ी। സ്റ്റോറി ടെല്ലിംഗ് ബാക്ക് പാക്കർ. ഓ മലയാളം ലാംഗ്വേജ്. अच्छा। ഭാഗ്യത്തിന് നമുക്ക് നല്ലൊരു റൂമും കിട്ടി. നമ്മളെ ഹോസ്റ്റ് ചെയ്ത ഒരു ഫാമിലിയാണ് കേട്ടോ. അവർ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് നമുക്ക് ഫുഡ് തന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയും നമ്മളോട് ഇടപെടുകയൊക്കെ ചെയ്തത്. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പം അവിടുത്തെ ആളുകൾ നമ്മളോട് ഇടപെടുന്നത് നന്നാവുമ്പോൾ നമുക്ക് ആ സ്ഥലത്തോടുള്ള ഇമേജ് തന്നെയാണ് മാറുന്നത്. ഇതിന് മുന്നേ ഉണ്ടായ ഗുജറാത്തിലെ മോശം അനുഭവങ്ങളൊക്കെ ആ ഒരു ഫാമിലിയെ കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും റൺ ഓഫ് കച്ചിൽ വരുവാണെങ്കിൽ ഞങ്ങൾ 100% റെഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് നല്ലൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. सल्लो बीरा मने दूरो गाड़ो दिक्के रे, दूरो गाड़ो दिक्के रे, मारा मारी जाया बीरा रे, जामण जाया बीरा रे, की कर आऊं बीरा थारे। 7500 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ സോൾ ഡെസേർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോൾ ഡെസേർട്ട് ആണ്. मन कर दी पराई रे, कर दी पराई रे, मारा मारी जाया बीरा रे, जामण जाया. ഗുജറാത്തിലെ കച്ച് എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. റൺ എന്ന വാക്കിനർത്ഥം ചതുപ്പ് നിലം എന്നൊക്കെയാണ് കേട്ടോ. ഇത് അറിയപ്പെടുന്നത് ഗ്രേറ്റ് റൺ ഓഫ് കച്ച് എന്നാണ്. रोड़े वसल्लो बीरा मने दूरो गाड़ो दिक्के रे, दूरो गाड़ो दिक्के रे, मारा मारी जाया बीरा रे, जामण जाया बीरा रे, की कर आऊं बीरा तारे देश रे, हूँ की कर आऊं बीरा तारे कर आऊं बीरा तारे देश रे. दिखाइए कौन सा है? रेड है क्या भैया? रेड है क्या? रेड लगा दिया। हाँ ब्लू दे दो। ब्लू एक ब्लैक। हाँ छोटा सा चैनल है।
हाँ लगा इस दुकान का नाम है दबदबो 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 कच्ची ड्रेस ठीक है। लिखना दबदबो कच्ची ड्रेस आ जाना डिस्काउंट मिल जाएगा डिस्काउंट नहीं चाहिए 100 रुपये तो ठीक है। अच्छी ट्रेडिशनल ड्रेस हमारा रोड टू हेवन की यादगिरी। आप लोग का घर कहाँ है? घर 30 किलोमीटर आगे, आएगा। हाँ, ठीक है। अबेन 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 यहाँ नहीं चलो ऐसा नहीं, सर नहीं फंस जाएगा, पैर फंस जाएगा। अगर कीचड़ है यार फंस जाओगे फिर हूँ ना करने नहीं करते चुंदड़ी ओढ़ाने बीरा मन कर दी पराई रे चुंदड़ी ओढ़ाने बीरा मन कर दी पराई रे कर दी पराई रे मारा मारी जाया बीरा रे जामण जाया बीरा रे की कर आऊं बीरा तारे देश रे എത്ര വീഡിയോ എടുത്താലും ഈ സ്ഥലത്തിൻ്റെ ഭംഗി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഇവിടെ ഒരു തവണയെങ്കിലും വന്ന് തന്നെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. गाड़ो दिक्के रे दूरो गाड़ो दिक्के रे मारा मारी जाया बीरा रे जावण जाया बीरा रे की कर आऊं बीरा थारे देश रे हूँ की कर आऊं बीरा थारे देश रे दाढ़ी ओढ़ाने बीरा मन कर दी पराई रे कर വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് കുക്കിങ് തുടങ്ങിയിട്ടുണ്ട്. എന്താ കുക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. जामण जाया बीरा रे എന്തൊക്കെയോ പറയുന്നുണ്ട്. വേണ്ട, की कर आऊं बीरा था നമ്മൾ കുക്ക് ചെയ്യാനുള്ള കത്തി എടുത്തിരിക്കുകയാണ്. ദാളെ കൊല്ലാനുള്ളതല്ല. അധികം നമുക്ക് ഈ മസാല കൊണ്ടല്ലോ. മനസ്സില്ലാ മനസ്സോടെ ഗ്രേറ്റ് റൺ ഓഫ് കച്ചിനോട് യാത്ര പറഞ്ഞ് രാജസ്ഥാനിലേക്ക്. രാജസ്ഥാനിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുതേ. ബൈ ബൈ.